പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനപ്പാഠവാക്യം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സ്നേഹമാണ്. താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണെന്ന് വചനം പറയുന്നു. അതെങ്ങനെയാ? ദൈവവചനത്തിലൂടെയാണ്. ഓരോ സമയം കർത്താവിൻ്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ അത് നമ്മളെ തിരുത്തും, അല്ലേ? നമ്മളെ അനുഗ്രഹമാക്കും, സംശയമില്ല. പക്ഷേ ആ വചനത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രതയുള്ളവരായിരിക്കണം. കേൾക്കുന്ന വചനത്തിന് നമ്മൾ മാനസാന്തരപ്പെടണം. വേണ്ടേ? ഉറപ്പായിട്ടും വേണം. എങ്കിൽ മാത്രമേ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ആ ശബ്ദം കേട്ട് വാതിൽ തുറന്നാലോ അവനകത്ത് വന്ന് അവൻ നാം അവനോടും കൂടെ അത്താഴം കഴിക്കുന്നവരാകുമെന്ന്. ഹല്ലേലൂയ. അത് നമ്മളെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന്. എത്ര മനോഹരമായ വാഗ്ദത്വം, അല്ലേ? എന്നിട്ട് പറയാം, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെയായിരിക്കും നിൻ്റെ അനുഭവം. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് മാനസാന്തരപ്പെടാം. ഹല്ലേലൂയ. കർത്താവിനായി നമ്മുടെ കണ്ണും കാതും തുറന്നിരിക്കാം. അവൻ്റെ സന്നിധിയിൽ ഉണർവുള്ളവരാകാം. അവൻ്റെ വരവിനായി ഒരുക്കമുള്ളവരാകാം. അതെ, ഓരോ വചനത്തിനും നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, സമർപ്പിക്കാം. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. ഈ വചനം മനപ്പാഠമാക്കാൻ മറക്കല്ലേ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.